സോ ഇന്ന് നമ്മൾ ഒരു ഗ്രേറ്റിംഗ് യൂസ് ചെയ്തുകൊണ്ട് മെർക്കുറി സ്പെക്ട്രത്തിലെ ഗ്രീൻ ലൈൻസിന്റെയും ബാക്കിയുള്ള കളേഴ്സിന്റെയും വേവ് ലെങ്ത് മെഷർ ചെയ്യാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള അപ്പാരറ്റസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്പെക്ട്രോമീറ്റർ, ഇനി ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ്, അത് കഴിഞ്ഞിട്ട് ഒരു മെർക്കുറി വേപ്പർ ലാമ്പ്. ഇനി ഇതിന്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്പെക്ട്രോമീറ്ററിന്റെ പ്രിലിമിനറി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം, അത് കഴിഞ്ഞ് സ്ലിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് നോർമൽ ഇൻസിഡൻസ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വെർനിയർ 0-180 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യണം. വെർനിയർ നമ്മൾ 0-180 അഡ്ജസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ അതിന്റെ ഡയറക്റ്റ് റീഡിംഗ് എടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ ഈ ടെലിസ്കോപ്പ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യണം. അവിടെ നമ്മൾ റീഡിംഗ് എടുക്കണം. 90 ഡിഗ്രി ടെലിസ്കോപ്പ് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ റീഡിംഗ് എടുക്കണം. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഗ്രേറ്റിംഗ് ടേബിളിന്റെ മുകളിലായിട്ട് ഈ ഒരു ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗ് പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഈ കൊള്ളിമേറ്റിന് നേരെയായിട്ട് ഈ ഡിഫ്രാക്ഷൻ ഗ്രേറ്റിംഗിന്റെ അൺറൂൾഡ് പോർഷൻ നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ഗ്രേറ്റിംഗ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് വൈറ്റ് കളറിലുള്ള ഒരു റിഫ്ലക്റ്റഡ് ഇമേജ് കിട്ടും. അവിടെ നമ്മൾ റീഡിംഗ് എടുക്കണം. എന്നിട്ട് ഇനി നമ്മൾ വെർനിയർ 45 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇത്രയാണ് നമ്മുടെ നോർമൽ ഇൻസിഡൻസിനെ സെറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്രീൻ ലൈറ്റിനെ വേവ് ലെങ്ത് മെഷർ ചെയ്തതുപോലെ തന്നെ മറ്റ് ലൈൻസിന്റെയും വേവ് ലെങ്ത് നമുക്ക് മെഷർ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ സെയിം പ്രോസസ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ കഴിയുന്നത് ഈ ഒരു വയലറ്റ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, റെഡ് ഈ തുടങ്ങിയ കളേഴ്സിന്റെ വേവ് ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിലും ടെലിസ്കോപ്പ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ലെഫ്റ്റിനും സൈഡിനും നമ്മൾ ഈ സെയിം പ്രോസസ് റിപ്പീറ്റ് ചെയ്യുക, വേവ് ലെങ്ത് എടുക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും ഇതുപോലെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് എടുക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ സ്ലിറ്റ് വിസിബിൾ ആവുന്ന രീതിയിൽ കൊള്ളിമേറ്റ് ഡയറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടെലിസ്കോപ്പ് ലെഫ്റ്റ് റൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈറ്റ്സ് വിസിബിൾ ആവും. ഗ്രീൻ ലൈറ്റ് നമുക്ക് വിസിബിൾ ആവും. എന്നിട്ട് നമ്മൾ ഈ ഗ്രീൻ ലൈറ്റ് ക്രോസ് വയറിന് സെറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ അതിന്റെ വെർനിയർ ഫസ്റ്റ് ആൻഡ് വെർനിയർ സെക്കൻഡ് റീഡിംഗ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ലെഫ്റ്റ് റൈറ്റ് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ കറക്റ്റ് റീഡിംഗ് മെഷർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്നും കൂടെ രണ്ട് സൈഡിലേക്കും ലെഫ്റ്റും റൈറ്റും ഒന്നും കൂടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സെക്കൻഡ് ഓർഡർ കിട്ടും. ഈ സെയിം പ്രോസസ്സിൽ തന്നെ നമ്മൾ ഇതിന്റെ റീഡിംഗ് എടുക്കാം. ഈ സെയിം പ്രോസസ്